സേഠ് മോഹൻലാൽ നഗരത്തിലെ വലിയൊരു വ്യാപാരിയായിരുന്നു. സേഠ് മോഹൻലാലിന്റെ മൂത്ത മകനായ അനിലിന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞിരുന്നു. ഇപ്പോ ഇളയ മകനായ സൂരജിന് പെണ്ണു നോക്കുകയാണ്. കുറച്ചു ദിവസമായി സൂരജിന് വിവാഹം വേണ്ടാന്ന് പറയുന്നു. അതിന്റെ കാരണം സൂരജ് സീമേനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. സീമ ഒരു പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അതുകൊണ്ട് സൂരജിന് പേടിയായിരുന്നു. അങ്ങനെ വീട്ടിൽ ഈ കാര്യം അറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കുമോ എന്നോർത്ത്. പക്ഷെ മാർക്കറ്റിൽ വെച്ചൊരു ദിവസം അച്ഛൻ സൂരജിനെയും സീമേനെയും ഒരുമിച്ച് കണ്ടു. ആ കാര്യം അവനോട് ചോദിച്ചു. ഇങ്ങോട്ട് നോക്കൂ സൂരജ്, ഞാൻ നിന്നെ ഒരു പെണ്ണിനോടൊപ്പം കണ്ടു. ഞാൻ നിന്നോട് കുറെ നാളായി ചോദിക്കണമെന്ന് വിചാരിച്ചാ, നീ തന്നെ പറഞ്ഞു. നിനക്കേതെങ്കിലും പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ അത് നടത്തിത്തരാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ പറയണം. അല്ല, ആ പെണ്ണേതാണ്? നിന്റെ കൂടെ റെസ്റ്റോറന്റിൽ ഇരുന്നില്ലേ? അച്ഛാ, പെൺകുട്ടിയുടെ പേര് സീമയെന്നാ. ഞാനും സീമയും ഞങ്ങൾ പരസ്പര ഇഷ്ടത്തിലാണച്ചാ. ഞാനിതുവരെ പറയാത്തത് എന്താന്ന് വെച്ചാല്, അവര് നമ്മളെപ്പോലെ റിച്ചായ ഫാമിലിയല്ല. അവര് വളരെ പാവപ്പെട്ടവരാണച്ചാ. പക്ഷെ അവരുടെ സ്വഭാവം നല്ലതാണ്. സീമയും വളരെ നല്ലൊരു പെൺകുട്ടിയാണച്ചാ. എനിക്ക് സീമയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടച്ചാ. എന്തു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയോ? എന്താ മോനെ, നിനക്കറിയില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിനെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? പക്ഷെ നിന്റെ കല്യാണക്കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം നിനക്ക് പെണ്ണിനെ ഇഷ്ടമായില്ലേ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരി, ഞങ്ങൾ സീമയുടെ അച്ഛനെ അമ്മയും ഉടൻ തന്നെ കാണുന്നുണ്ട്. നിന്റെ കല്യാണക്കാരൻ ഞങ്ങൾ സംസാരിക്കാം. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. സൂരജിന്റെ വിവാഹത്തിന് എല്ലാവർക്കും സമ്മതമായി. പക്ഷെ മൂത്ത ചേട്ടനും ചേട്ടത്തിക്കും ഇതിഷ്ടമല്ലായിരുന്നു. അച്ഛന്റെ അമ്മയുടെയും തലയ്ക്കെന്താ പ്രാന്താണോ? നമ്മുടെ നാട്ടുകാരനെ വീട്ടുകാരനെ മുമ്പിൽ നമുക്ക് നാണക്കേടാവൂലേ? എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഒരു ബന്ധം ഉറപ്പിക്കാൻ? അല്ലെങ്കിലേ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. നാണക്കേടിന് അങ്ങറ്റായിരിക്കും, നോക്കിക്കോ. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീട് വിട്ട് മാറണം. ഇല്ലേ നമ്മളും പെരുവഴിയിലായി പോവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീലം. അതെ, അവള് പാവപ്പെട്ട വീട്ടിലെയാ. കല്യാണം കഴിഞ്ഞ് അച്ഛനെ അമ്മയും മയക്കിയെടുത്ത് ഈ വീടും എല്ലാം പ്രോപ്പർട്ടി അവള് എടുക്കില്ലെന്ന് എന്താ ഉറപ്പ്? അവസാനം നമ്മൾ പെട്ടുപോകും. നീ പറഞ്ഞതും ശരിയാ. കല്യാണത്തിന് ശേഷം തീർച്ചയായും സ്വത്തിന്റെ ഭാഗം കൊടുക്കേണ്ടതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടുന്ന് മാറി നല്ല വലിയ വീടെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ഗതിയില്ലാത്ത പെൺകുട്ടിയാണ് ഈ വീട്ടിൽ വരാൻ പോണത്. എന്നെക്കൊണ്ട് പറ്റൂല. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീട് വിട്ടുപോണം. സൂരജിന്റെ അച്ഛനും അമ്മയും സീമയുടെ അച്ഛനും അമ്മയും കാണാൻ പോയി. അവർക്ക് അവരുടെ നേച്ചർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയെല്ലാം ഉറപ്പിച്ച് സീമയുടെ സൂരജിന്റെ വിവാഹം നടന്നു. മോളെ, പായസം റെഡിയായോ? ആ അമ്മ, ഇപ്പൊ റെഡിയാകും. ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ടാ മതി. ആ ശരി ശരി. നീലം, ആ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പെട്ടി കൊടുക്കോക്ക്. നീലമാണ് അടുക്കളയൊക്കെ നോക്കി നടത്തുന്നത്. ഇന്നാ ഇതെടുത്തോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇടുമ്പോഴേ പിശുക്കിടാൻ നോക്കണ്ട. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നീ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്കിവിടെ ഒന്നിന്റെ കുറവില്ല ഈ വീട്ടില്, കേട്ടോ. അതിഥികൾക്ക് പായസം കൊടുക്കണമെങ്കിലേ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി ഇടണം. നീലം ഡ്രൈ ഫ്രൂട്ട്സിന്റെ പെട്ടി കൊടുത്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അവളുടെ ഈ പെരുമാറ്റം വളരെ തെറ്റായിരുന്നു. സീമ ആ വീട്ടിൽ വന്നിട്ട് 2 മാസമായി. അനിലും നീലമും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന കാര്യം പറയുമായിരുന്നു. സേഠ് മോഹൻലാലിന് പെട്ടെന്നായിരുന്നു പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പെട്ടെന്നായിരുന്നു ഫാക്ടറിയിൽ തീ പിടിച്ചതും എല്ലാം നശിച്ചുപോയതും. കടത്തിനു വേണ്ടി സേഠ് മോഹൻലാൽ എല്ലാം വിറ്റുതീർത്തു. അനിലും നീലവും നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. സേഠ് മോഹൻലാലിന് അറിയില്ലായിരുന്നു മൂത്ത മകൻ അനിൽ അവന്റെ സമ്പാദ്യം കൊണ്ട് പുതിയൊരു വീട് വാങ്ങിച്ചിരുന്നുവെന്ന്. അനിലും നീലവും അവരുടെ കുടുംബത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ മാറി താമസിക്കുകയും ചെയ്തു. അനിൽ ഇങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇത്ര വിഷമുള്ള സമയത്ത് നീലവും ഒന്നും പറയാതെ പൊയ്ക്കളഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് പോവും? കുറച്ചു സമയത്തിനുള്ളിൽ നമ്മൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ദൈവത്തിൽ വിശ്വസിക്കൂ. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സീമയും സൂരജുമാണ്. 2 പേരും നമ്മുടെ കൂടെയില്ലേ, പിന്നെ എന്താ നമുക്ക് വേണ്ടേ? അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു ജോലി കണ്ടുപിടിക്കാം. നിങ്ങളാരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഞാനുള്ളിടത്തോളം നിങ്ങൾ ആരും കഷ്ടപ്പെടുത്തില്ലെന്ന്. അപ്പോഴേക്കും സീമയുടെ അച്ഛനും അമ്മയും വരും. അച്ഛനും അമ്മയും? അല്ല, ഒന്നിങ്ങു ശ്രദ്ധിക്കുമോ? തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമല്ലോ. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീരുന്നത് വരെയെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞോളൂ. എന്തിനാ പറയുന്നതെന്ന് വെച്ചാ, സീമ ഞങ്ങളുടെ മോളല്ലേ, പിന്നെ സൂരജും ഞങ്ങളുടെ മോൻ തന്നെയല്ലേ സാറേ. സേഠ് മോഹൻലാൽ സീമയുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും. ബുദ്ധിമുട്ടുള്ള സമയത്ത് സീമയുടെ അച്ഛനും അമ്മയുമാണ് അവർക്ക് തുണയായത്. എല്ലാവരും സീമയുടെ വീട്ടിലോട്ട് പോകും. സീമയുടെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരാണ്. സീമയുടെ അച്ഛന്റെ അമ്മയുടെയും അത്രയും വാസ്തിയൊന്നുമില്ല സേഠ് മോഹൻലാലിനെയും കുടുംബത്തിനെ നോക്കാൻ. പക്ഷേ ഒരു നേരത്തെ ആഹാരം അതവർക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ വലുതല്ലേ. ദുഃഖിച്ചിരിക്കുന്ന സമയത്ത്
ഒരു താങ്ങ്. അതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം. മതിയമ്മേ, വയറ് നിറഞ്ഞു. നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങൾ പോകട്ടെ, ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ചേച്ചി, ഞങ്ങള് നല്ല ഭാഗ്യമുള്ളവരാ. നിങ്ങളെപ്പോലെ ഒരു കുടുംബം കിട്ടിയില്ലേ ഞങ്ങൾക്ക്. പക്ഷെ സീമേനെ ഞങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ നോക്കാൻ പറ്റിയില്ല. അതേ ഉള്ളൂ ഇപ്പം എനിക്ക് വിഷമം. സന്തോഷിപ്പിക്കാനൊന്നും പറ്റിയില്ല. അമ്മ, നമ്മുടെ കൂടെ നമുക്കിഷ്ടമുള്ളവർ കൂടെ ഉണ്ടാവുന്നതല്ലേ സന്തോഷം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയില്ലേ, പിന്നെന്താ? ശാരദ, ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് ഒരേയൊരു മോനാണ്, സൂരജ്. അനിലുമായിട്ട് ഞങ്ങൾക്കിനി ഒരു ബന്ധവുമില്ല. കുറച്ചു നാളത്തേക്ക് സൂരജ് സ്വന്തം കുടുംബവുമായി സീമയുടെ വീട്ടിൽ തന്നെ നിന്നു. പക്ഷെ അവിടെ അവന് ഒരു കുറവും ഉണ്ടാവാതെയാണ് നോക്കിയത്. അവനും അവന്റെ കുടുംബത്തിനും നല്ല സന്തോഷമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ സൂരജിന് നല്ലൊരു ജോലി കിട്ടി. അപ്പൊ അടുത്ത് തന്നെ വാടകയ്ക്കൊരു വീടങ്ങെടുത്തു. അങ്ങനെ സൂരജും സീമയും അച്ഛനും അമ്മയും കൂടെ തന്നെ താമസിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സീമ, രാധ രണ്ടുപേരും ചേച്ചിയനിയെത്തി. പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ആകാശം ഭൂമി എന്ന പോലെ വ്യത്യസ്തമായിരുന്നു. രാധ വളരെ കരുണയായ ഒരു നല്ല പെൺകുട്ടി. പക്ഷെ സീമ സ്ട്രൈറ്റ് ഓപ്പോസിറ്റായി സെൽഫിഷ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞതും അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ അവരുടെ അച്ഛൻ തീരുമാനിച്ചു. സീമയാണ് മൂത്തവൾ, അതുകൊണ്ട് ആദ്യം അവൾക്കായിരുന്നു കല്യാണം. കുടുംബത്തിലുള്ള 4 പേരും ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നോക്ക് സീമേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, ഇതാണ് അവന്റെ ഫോട്ടോ. ആദ്യം ഇതുവരെയോ അച്ഛാ, പയ്യൻ എത്ര പഠിച്ചിട്ടുണ്ട്? പിന്നെ അവരുടെ അച്ഛനമ്മ കുടുംബം എങ്ങനെയുണ്ട്? പഠിപ്പില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നോക്കുമ്പോളേ, അവൻ ബാങ്കിലെ മാനേജറാണ്. കൈ നിറയെ പണം വാങ്ങുന്നുണ്ട്. അവന്റെ കയ്യിൽ പണത്തിന് ഒരു കുറവുമില്ല മോളെ. അപ്പൊ ശരി, ഈ പയ്യൻ എനിക്ക് ഓക്കെയാണ്. തീരുമാനിച്ച ദിവസം സീമയുടെ കല്യാണം വളരെ ഗ്രാൻഡായി നടന്നു. എന്തെന്നാൽ സീമ മൂത്ത മകളായതുകൊണ്ട് അവളുടെ അച്ഛനൊരു കുറവും വരുത്തിയില്ല. അദ്ദേഹം അളവില്ലാത്ത പൈസ കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കടനായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ രാധയ്ക്ക് കല്യാണ പ്രായമായി. ഞാൻ രാധയ്ക്ക് വേണ്ടിയും ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇവർ അങ്ങനെ വലിയ പണക്കാരൊന്നുമല്ല. എന്നിരുന്നാൽ പോലും സിറ്റിയിൽ അവർക്ക് വേണ്ടി ഒരു വീട്, പിന്നെ ഒരു കടയുമുണ്ട്. നമ്മുടെ രാധ അവിടെ സന്തോഷമായിരിക്കുമല്ലോ. ആഹാ, ഉറപ്പായും. സീമയുടെ കല്യാണവും രാധയുടേതുപോലെ വളരെ ഗ്രാൻഡായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ പ്രശ്നമെന്തെന്നാൽ, അത്രയും പണത്തിനൊക്കെ നമ്മൾ എവിടെ പോകാനാ? എത്ര വലിയ വീട്ടിൽ നമ്മൾ അവൾക്ക് വേണ്ടി പയ്യനെ നോക്കി. എന്നാൽ പണം കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ രാധ അവിടേക്ക് വന്നു. അവൾ അവളുടെ അച്ഛനമ്മ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട അച്ഛാ, ഏതു ചെക്കന് കല്യാണം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ അവിടെ സന്തോഷമായിരിക്കും. നിങ്ങൾ രണ്ടുപേരുടെ അനുഗ്രഹം മാത്രം മതി. രാധ പറഞ്ഞത് കേട്ട് അച്ഛൻ കുറച്ച് സമാധാനപ്പെട്ടു. നിശ്ചയം ചെയ്ത ആ തീയതിയിൽ ഒരു സാധാരണ രീതിയിൽ രാധയുടെ കല്യാണം കഴിഞ്ഞു. രാധയുടെ വീട്ടിൽ അമ്മായിമ്മ മാത്രമുണ്ടായിരുന്നു. അവർക്കല്പം സുഖമില്ല. രാധ വന്നത് കുടുംബത്തിന്റെ ഭാരമെല്ലാം ചുമക്കാനും തുടങ്ങി. അവളുടെ അമ്മായിമ്മ അത് കണ്ട് സന്തോഷിച്ചു. രാധ ദിവസം മുഴുവൻ വീട്ടുപണികൾ ചെയ്തുകൊണ്ട് സമയമുള്ളപ്പോ കടയിൽ ചെന്ന് ഭർത്താവിന് കടകളിലെ പണിയിൽ സഹായിക്കും. സീമയുടെ ജീവിതത്തിലും ഒരു പ്രശ്നമില്ലായിരുന്നു. ചില സമയത്ത് അവൾ ഷോപ്പിംഗ് പോകും, ചില സമയത്ത് കിറ്റി പാർട്ടിക്ക് പോകും. അതാണ് അവളുടെ ജീവിതം. ഒരു ദിവസം രാധ അവളുടെ ഭർത്താവിനൊപ്പം കടയിലുള്ളപ്പോൾ ഒരു പുതിയ കാർ അവരുടെ കടയിൽ വന്ന് നിന്നു. അതിൽ നിന്ന് സീമയും അവളുടെ ഭർത്താവും ഇറങ്ങി. സീമയുടെ കയ്യിൽ സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. രണ്ടുപേര് കടയിൽ ചെന്നു. സീമ രാധയ്ക്ക് സ്വീറ്റ് ബോക്സ് കൊടുത്തു. ഏട്ടൻ ഇന്നാണ് ഈ പുതിയ കാർ വാങ്ങിയത്. ആ കാറിന്റെ വില 20 ലക്ഷം. അതുകൊണ്ട് ഈ സന്തോഷം നിന്നോട് പറയാൻ വേണ്ടി വന്നതാ. സീമ രാധ അസൂയപ്പെടട്ടെ എന്നാണ് ഇത് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ പാവം രാധയ്ക്ക് സീമ വിചാരിച്ചത് അറിയില്ല. പക്ഷേ രാധയുടെ ഭർത്താവ് സീമയുടെ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി. സീമയുടെ ഭർത്താവ് അവിടെ നിന്ന് പോയതിനു ശേഷം, നിന്റെ സഹോദരി ഇവിടെ നല്ല വാർത്ത പറയാനല്ല വന്നത്. നമ്മൾ അസൂയപ്പെടണമെന്ന് കരുതി അവൾ വന്നത്. അവൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ കാറ് വാങ്ങാനുള്ള പണമില്ലെന്ന്. പുതിയ കാറ് കാണിച്ച് നമ്മളെ ജലസാക്കാൻ വന്നതാ. ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അവരെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കുന്നത്? അത് തന്നെയാ, എന്നെക്കൊണ്ട് കാറ് വാങ്ങാൻ പറ്റില്ലെന്ന് അവൾക്കറിയാമല്ലോ. ഞാനൊരു സാധാരണ കട നടത്തുക, എന്നാൽ അവളുടെ ഭർത്താവ് ബാങ്കിലെ മാനേജരാണ്. എന്താ, ആരാ പറഞ്ഞേ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കഴിയില്ല എന്ന്? നിങ്ങൾ തീർച്ചയായും ഒരു ദിവസം കാറ് വാങ്ങും.
സീമയുടെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതായത് അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന്. മറ്റുള്ളവർ പറയുന്നത് ചെയ്യണം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഓണറല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എപ്പോ വേണമെങ്കിലും പണിയെടുക്കാൻ വിടാം. നിങ്ങൾ തീരുമാനിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി കുറച്ചു ദിവസം നിങ്ങൾ ഒരു കാറല്ല 10 കാറ് വാങ്ങാൻ പോകുന്നു. നോക്കൂ. അത് കേട്ട് സീമയുടെ ഭർത്താവ് സന്തോഷത്തോടെ പണി ചെയ്യാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് കട ഓപ്പണാക്കി. രാത്രി 10 മണിക്കാണ് അദ്ദേഹം കട ക്ലോസ് ചെയ്തതും. ഉച്ച സമയത്ത് ഭർത്താവിനെ സഹായിക്കാനായി രാധ കടയിലേക്ക് വന്നുകൊണ്ടിരുന്നു. രാധ അനിൽ രണ്ടുപേരും വളരെ നല്ലവരാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് വളരെ നന്നായി സംസാരിക്കും. അതിനവർക്ക് കിട്ടിയ ഫലം എന്താണെന്നോ ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ വീണ്ടും വീണ്ടും അവിടേക്കാണ് വരിക. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല സാധനം കൊടുക്കുന്നതിന് രാധ അനിൽ രണ്ടുപേരും ഒരു കാര്യം ചിന്തിച്ചു. അവർ കടയിലേക്ക് വേണ്ട സാധനങ്ങൾ സിറ്റിയിൽ നിന്ന് നേരെ വാങ്ങാതെ വലിയ വലിയ സിറ്റിയിൽ നിന്ന് ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കിട്ടിയിരുന്നു. കടയിൽ നിന്ന് അവർക്ക് ലാഭവും കിട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് ദിവസത്തിനു ശേഷം അവർ എല്ലാ സാധനവും കിട്ടുന്ന പോലെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തന്നെ തുടങ്ങി. പിന്നെ ആ സ്റ്റോറിന് പേരിട്ടു രാധ ഗ്രോസറി മാർട്ട്. ഇപ്പൊ അനിലിനും രാധയ്ക്കും സിറ്റിയിൽ ഒരുപാട് ഗ്രോസറി മാർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ സിറ്റിയിലുള്ള പണക്കാരിൽ ഒരാളായി മാറിയിരുന്നു. രാധയുടെ അമ്മായിമ്മയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. അവരെല്ലാവരോടും പറയും, എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് വന്ന സമയമാ. മഹാലക്ഷ്മി തന്നെ എന്റെ വീട്ടിൽ വന്നു. അതുകൊണ്ട് അവൾ വന്നതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ തലകീഴായി മാറിയത്. അവളെപ്പോലെ മരുമകളെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. അവൾ മണ്ണെടുത്താലും അത് പൊന്നായി മാറും. ഒരു ദിവസം അനിൽ പുതിയ കാറ് വാങ്ങി വീട്ടിൽ വന്നു. ആഹാ, വീണ്ടും പുതിയ കാറാണോ? ഞാനൊന്നും ചെയ്തതല്ല. നീ പറഞ്ഞതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നതാ. എന്താ അത്? അയ്യോ, നീയല്ലേ പറഞ്ഞത് ഒരു കാറല്ല 10 കാറുകളുടെ ഓണറാകുമെന്ന്. അതിൽ 7 കാർ ഇപ്പോൾ വന്നു. ഇനിയും 3 ബാക്കിയുള്ളൂ. രാധ ചിരിച്ചുകൊണ്ടിരുന്നു. വാ, ഈ സന്തോഷത്തിൽ നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി വരാം. രണ്ടുപേരും പുതിയ കാറിൽ സീമയുടെ വീട്ടിലേക്ക് ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും വീട്ടിൽ ചെന്നപ്പോൾ സീമയുടെ ഭർത്താവിനോടൊപ്പം വഴക്കിട്ടുകൊണ്ടിരുന്നു. വഴക്കിടുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല അനിൽ രാധ എപ്പോഴാണ് അവിടെ വന്നതെന്ന്. അയ്യോ, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന്. നിങ്ങൾ എന്തിനാ ബാങ്കിൽ നിന്ന് പൈസ എടുത്തത്? വീട്ടിലുള്ള പൈസയും ഇപ്പൊ വീടിന്റെ ചിലവുകൾക്ക് എല്ലാം ചിലവായി. നിങ്ങളിപ്പോ ജോലിയിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ 1 രൂപ പോലുമില്ല. വണ്ടി ആഭരണം എല്ലാം പണയത്തിലാണ്. നീ ചെയ്ത തെറ്റുകൊണ്ട് എല്ലാം നശിച്ചു പോയി. ഞാനെന്താ എനിക്ക് വേണ്ടിയാണോ ബാങ്കിൽ നിന്നും കടം വാങ്ങിയത്? എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ. നീയാണ് പാർട്ടി ഉണ്ടാക്കാൻ പണം വേണം, ഷോപ്പിംഗ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ബഹളം വെക്കണ്ട. വേറെ പെണ്ണാണെങ്കിൽ ഈ സമയം കൊണ്ട് ഈ വീട് വിട്ടുപോകും. എന്നാൽ നീയും ഇവിടെ നിന്ന് പൊക്കോ. നിന്നെ ആരാ തടഞ്ഞത്? എന്റെ വീട്ടുകാർ കഷ്ടത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് സീമ രാധയെ ശ്രദ്ധിച്ചത്. സീമ രാധയെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയ്യോ, നിങ്ങളിവിടെ വന്നു. അത് പിന്നെ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഞാൻ കേട്ടിരുന്നു ഇത്തവണ നിങ്ങൾ പുതിയ ഗ്രോസറി സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുവെന്ന്. അതിന്റെ മാനേജറായി നിങ്ങൾ എനിക്കൊരു ജോലി തന്നാൽ അത് സഹായകരമാകുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ. നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ രാധ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പിന്നെ സീമയുടെ ഭർത്താവിന് ശരിയെന്ന് പറഞ്ഞു. സീമയുടെ അഹങ്കാരമെല്ലാം ഇപ്പൊ തകർന്നു പോയി. ഒരു കാലത്ത് സീമ അവളുടെ കയ്യിലുള്ളത് കാണിച്ച് അനിയത്തിയെ കഷ്ടപ്പെടുത്തി. പക്ഷെ ഇപ്പോ അവളുടെ അനിയത്തിയാണ് അവളുടെ ജീവിതം രക്ഷിച്ചത്. അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. Thanks for watching.